വന്ദേ മാതരം സുജലാം സുഫലാം മലയജ ശീതളാം സസ്യശ്യാമളാം മാതരം വന്ദേ മാതരം ശുഭ്രജ്യോത്സ്ന പുളകിതയാമിനി ഫുല്ലകുസുമിത ദ്രുമദളശോഭിനി സുഹാസിനി സുമധുരഭാഷിണി സുഖദാം വരദാം മാതരം വന്ദേ മാതരം. നമ്മുടെ ഭാരതത്തിനും ഭാരതത്തിന്റെ പ്രതിരോധ സേനകളെയും സംബന്ധിച്ചിടത്തോളം 2025 വർഷം ഒരുപക്ഷെ സൈനിക ചരിത്രത്തിൽ തന്നെ മറക്കാൻ കഴിയാത്ത ഒരു ഏടായി ചരിത്രത്തിൽ രേഖപ്പെടുത്തുന്നുണ്ട്. പെഹൽഗാം ആക്രമണത്തിന് ശേഷം പെഹൽഗാമില് 25ഓളം നിഷ്കളങ്കരായ ഭാരതീയരെ നിഷ്കരുണം തീവ്രവാദികൾ വധിക്കുന്നു. തുടർന്ന് ഇന്ത്യ സ്വീകരിച്ച ഭീകരതയ്ക്കെതിരായ ഇന്ത്യയുടെ തന്ത്രപരമായ നിലപാടായിരുന്നു ഓപ്പറേഷൻ സിന്ധു. അത് നമ്മുടെ ഭീകരതയ്ക്കെതിരെയുള്ള നിലപാട് തന്നെ പുനർനിർവചിച്ചു. 23 മിനിറ്റുകൾ കൊണ്ട് 9 ഭീകര ക്യാമ്പുകൾ ഇല്ലാതാക്കി. അതും സിവിലിയൻ പോപ്പുലേഷന് ഒരു ഓട്ടവും തട്ടാതെയാണ് നടത്തിയത്. ത്രിതല സൈനിക ഓപ്പറേഷൻ മെയ് 7 മുതൽ 9 വരെയായിരുന്നു. 2 ആണവായുധ രാഷ്ട്രങ്ങൾ തമ്മിലുള്ള പുതിയ യുദ്ധം തന്നെ പറയാം. പാകിസ്ഥാന്റെ ചൈനയുടെയും ഇറാന്റെയും ഇറാഖിന്റെയും മിസൈലുകളും ഡ്രോണുകളും പരാജയപ്പെടുത്തി ഭാരതം 3250 കിലോമീറ്റർ പാകിസ്ഥാനിൽ കടന്ന് ഭീകര താവളങ്ങൾ തകർത്തതായി നമുക്കറിയാൻ കഴിയും. നാം അറിയാതെ ഒറ്റ രാത്രി കൊണ്ട് ഭാരതം ലോക സൈനിക ശക്തിയുടെ പട്ടികയിൽ മുന്നേറുന്നത് നാം കണ്ടു. ഓപ്പറേഷൻ കഴിഞ്ഞ് മെയ് 10 ലോകം കണ്ടത് ഭാരതത്തിന്റെ വിജയം പത്രമാധ്യമങ്ങളിൽ അറിയിക്കുന്നതിന് 2 ധീര വനിതാ ഓഫീസർമാരെയാണ്. ഒന്ന് ഫോറം സിഗ്നൽസിന്റെ സോഫിയ ഖുറേഷിയും രണ്ടാമത് വ്യോമസേനയുടെ വിംഗ് കമാൻഡർ വ്യോമിക സിംഗ്. കേണൽ സോഫിയ ഖുറേഷിയെ ഇക്കഴിഞ്ഞ റിപ്പബ്ലിക് ദിനത്തിൽ അവരുടെ വിശിഷ്ട സേവനം പരിഗണിച്ച് ഭാരതം വിശിഷ്ട സേവാ മെഡൽ നൽകി ആദരിച്ചു. വിജയകരമായി കമ്മ്യൂണിക്കേഷൻ നൽകി ഓപ്പറേഷൻ സിന്ദൂർ പൂർണ്ണമായും വിജയിപ്പിക്കുന്നതിൽ ഫോറം സിഗ്നൽസിന് പങ്കുണ്ടെന്ന് നമുക്ക് അഭിമാനിക്കാം. ഈ അവസരത്തിൽ ഒരിക്കൽ കൂടി എല്ലാവർക്കും ആശംസകൾ നേർന്നുകൊണ്ട് നമ്മുടെ ഈ പരിപാടിക്ക് സ്വാഗതം ആശംസിക്കുന്നതിനായി നമ്മുടെ ആഘോഷ കമ്മിറ്റി കൺവീനർ കൂടിയായ ശ്രീ CA ജയരാജൻ സാർ അവരുടെ സ്വാഗതം ക്ഷണിക്കുന്നു. സിഗ്നൽസിന്റെ 3ാം വാർഷികവും ബോക്സ് ഓഫ് സിഗ്നൽസിന്റെ 116ാമത് ദിനമാണ്. ഇത് സമുചിതമായി ആഘോഷിക്കുകയാണ് ഇന്ന്. ആക്ച്വലി ഈ ആഘോഷം ഫെബ്രുവരി 15, 2024 ആഘോഷിക്കേണ്ടതായിരുന്നു. ചില സാങ്കേതിക ബുദ്ധിമുട്ടുകൾ കൊണ്ടാണ് ഇന്നത്തെ ദിവസം ഈ ആഘോഷത്തിനായി നാം തിരഞ്ഞെടുത്തത്. 1ാം ഘട്ടമായ 15-ന് തലശ്ശേരിയിലെ യുദ്ധസ്മാരകത്തിൽ പുഷ്പചക്രം അർപ്പിച്ച് മാതൃഭൂമിക്ക് വേണ്ടി നമുക്കൊപ്പം പൊരുതി ജീവൻ വെടിഞ്ഞ ധീര സൈനികരെ ആദരിക്കുകയും ബഹുമാനിക്കുകയും ചെയ്തു. അതോടൊപ്പം തന്നെ തലശ്ശേരി മുനിസിപ്പാലിറ്റിയിലെ ഹെൽത്ത് ഇൻസ്പെക്ടർ ശ്രീ അനിൽ സാറിന്റെ കീഴിലുള്ള 4 ശുചീകരണ തൊഴിലാളികളെ പൊന്നാട അണിയിച്ചുകൊണ്ട് ആദരിച്ചു. 2ാം ഘട്ടമായ ഇന്ന് തുടർ പരിപാടികൾ തുടരുകയാണ്.
സദസ്സിലുള്ള സഹപ്രവർത്തകരെ, അവരുടെ കുടുംബാംഗങ്ങളെ, എല്ലാവർക്കും എൻ്റെ ജീവനമായ ഇന്ത്യൻ ആർമിയുടെ ഡിഫൻസ് കമ്മ്യൂണിക്കേഷൻ വിഭാഗമായ സിഗ്നൽസ് കോറിൻ്റെ 116ാമത്തെ കോർഡിയാണ് ഇന്ന് നാം ഇവിടെ ആഘോഷിക്കുന്നത്. ഇത് സാധാരണ ഫെബ്രുവരി 15-നാണ് ആഘോഷിക്കുന്നത്. പക്ഷേ ഇപ്രാവശ്യം കഴിഞ്ഞ പ്രാവശ്യത്തെ പോലെ കുറേ ആൾക്കാർക്ക് ധർമ്മടം ഭാഗത്തുള്ള ആൾക്കാർക്ക് നമുക്ക് ഇവിടെ വരാൻ പറ്റാത്തതിനാൽ ഈ പ്രാവശ്യം 26-ന് അതായത് നമ്മുടെ കോറിൻ്റെ സിഗ്നൽസ് തലശ്ശേരി സിഗ്നൽസിൻ്റെ 3ാം വാർഷികം നമ്മൾ 2 ടൈമായിട്ടാണ് ഇപ്രാവശ്യം ആഘോഷിക്കുന്നത്. ഫെബ്രുവരി 15-ന് തലശ്ശേരി വാർ മെമ്മോറിയലിൽ നമ്മൾ കാലത്ത് 9 മണിക്ക് പുഷ്പാർച്ചന നടത്തുകയുണ്ടായി. അതിനുശേഷം ഫെബ്രുവരി 22-നാണ് നമ്മുടെ മറ്റുള്ള കലാപരിപാടികളും കാര്യങ്ങളെല്ലാം ആഘോഷിക്കാൻ തീരുമാനിച്ചത്. അതുപ്രകാരം ഇന്നിവിടെ ഈ പരിപാടി തുടങ്ങുകയാണ്. കൂടാതെ നമ്മുടെ ഈ തലശ്ശേരി സിഗ്നൽസിൻ്റെ 3ാം വാർഷികം കൂടിയാണ്. അത് ഈ ഇതോടുകൂടി ചേർത്ത് തന്നെ നമ്മൾ ആഘോഷിക്കാൻ തീരുമാനിച്ചതാണ്. അതുപ്രകാരം ഇന്നിവിടെ എത്തിച്ചേർന്ന എല്ലാവർക്കും ഒരിക്കൽ കൂടി ഞാൻ നന്ദി പറയുന്നു. കാര്യമായിട്ട് പറയുന്നത് നമ്മുടെ തുടക്കത്തിൽ തന്നെ നമ്മുടെ സെക്രട്ടറി ആമുഖം ഇവിടെ അവതരിപ്പിച്ചിരുന്നു. അതിൽ കൂടുതലായിട്ട് ഇനി പറയാനുണ്ട്. കാരണം നമ്മൾ കുറേ പരിപാടികൾ മുന്നോട്ട് ഇരുന്നുണ്ട്, പ്രോഗ്രാംസ് ഉള്ളതിനോട് കഴിയുന്നതും പ്രഭാഷണം ചുരുക്കിക്കൊണ്ട് മറ്റുള്ളവർക്കുള്ള സമയം കൊടുത്തുകൊണ്ട് ഞാൻ എൻ്റെ ഈ പ്രഭാഷണം നിർത്തുകയാണ്. നന്ദി, നമസ്കാരം. ഹോസ്പിറ്റലിലെ എല്ലാ സീനിയേഴ്സിനെയും അവരവിടെ നിന്ന് മാറ്റി ഞങ്ങൾ കുറച്ച് ജൂനിയർ ഓഫീസേഴ്സ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. എനിക്ക് 6 മാസം സർവീസ് ഉള്ളപ്പോഴാണ് ഞാൻ അവിടുത്തെ ഓഫീസേഴ്സ് DCOസുമായി ടേക്ക് ഓവർ ചെയ്തത്. ഒന്നാമത് നേവിയിൽ നിന്നും ട്രെയിൻ ചെയ്ത് നേവിയും ആർമിയുമായിട്ട് ബാക്കി എല്ലാ കാര്യങ്ങളും വളരെ ഡിഫറെൻ്റ് ആണ്. നമ്മുടെ സംസാരം പോലും ഡിഫറെൻ്റ് ആണ്. അവിടെ കഴിഞ്ഞപ്പോൾ ഇത്രയും വലിയൊരു ഓഫീസേഴ്സ് ആണെന്നൊക്കെ പറഞ്ഞാൽ എല്ലാവരും പേടിക്കുന്ന ഒരു സ്ഥലമാണ് ടേക്ക് ഓവർ ചെയ്യാൻ. പക്ഷേ എങ്കിലും ടേക്ക് ഓവർ ചെയ്തു. അങ്ങനെ ഇരിക്കുമ്പോഴാണ് എനിക്ക് ഒരു മേജറിൻ്റെ അച്ഛൻ എൻ്റെ പേഷ്യൻ്റായിട്ട് അവിടെ വന്നു. അത് ഒരു ക്രോണിക് കേസായിരുന്നു. നാച്ചുറലി ഒരുപാട് ഡോക്യുമെന്റ്സ്. അപ്പോൾ എൻ്റെ മെഡിക്കൽ സ്പെഷ്യലിസ്റ്റ് ആണെങ്കിൽ വളരെ ഷോർട്ട് ടെമ്പർ പേഴ്സണാണ്. എന്ത് കഴിഞ്ഞാലും വഴക്കും വെക്കാണ്. അപ്പോൾ അന്ന് ഡോക്ടർ വന്ന് കയറിയപ്പോൾ ആ വലിയൊരു ഫയലുകളിൽ 1ാമത്തെ ദിവസമാണ് അദ്ദേഹം അഡ്മിറ്റ് ആയത്, ഈ മേജറിൻ്റെ ഫാദർ. അപ്പോൾ ഡോക്ടർ വന്ന് ഫയൽ എടുത്തപ്പോൾ ഒരു പേപ്പർ താഴെ വന്നു. അയാൾക്ക് ഭയങ്കര ദേഷ്യം വന്നു. എന്തുകൊണ്ടായി ഈ ഡോക്യുമെന്റ് ടാഗിലാകുന്ന ആ കേസ് ഇങ്ങനെ വലിച്ചെങ്കിൽ എറിഞ്ഞ് ആ പേപ്പർ ഇവിടെ നിന്ന് തുടങ്ങി അങ്ങേ അറ്റം വരെ വരാന്തയിൽ പോയി. ആ സമയത്താണ് ഒരു മേജർ അവിടെ കയറി വരുന്നത്. ആ പേപ്പർ ചെന്ന് വീണത് ആ മേജറിന്റെ കാലിലേക്ക്. ഞാൻ അവിടെ നിന്ന് അന്ന് പെട്ടെന്ന് കരയുമായിരുന്നു. ഞാൻ കരഞ്ഞുകൊണ്ട് മൂക്കും തുടച്ച് ഒരു കയ്യിൽ ടവലും മറ്റേ കയ്യിൽ ഞാൻ പേപ്പറൊക്കെ പിക്കപ്പ് ചെയ്യുമ്പോൾ ഈ മേജർ കൂടി എൻ്റെ കൂടെ ഇരുന്ന് ആ പേപ്പറൊക്കെ എടുത്ത്
അപ്പൊ നോക്കിയപ്പോ അദ്ദേഹത്തിന്റെ അച്ഛന്റെ ഷീറ്റ്. എന്താ സിസ്റ്റർ പറ്റിയത്, ഇതെന്താ വലിച്ചെറിയപ്പെട്ടത്? ഞാനെന്ത് ചെയ്യാനാ, ഈ ഹോസ്പിറ്റൽ ടാഗ് കിട്ടിയില്ല, എനിക്ക് ആ കേസിൽ ടാഗ് ഇടാൻ പറ്റില്ല എന്ന്. ശരി, അദ്ദേഹമാണ് എന്നെ എടുക്കാൻ സഹായിച്ചു. അതെന്റെ കയ്യിൽ തന്നെ അച്ഛനെ കൂടെ കാണാതെ മേജർ തിരിച്ചു പോയിട്ട് ഒരു അരമണിക്കൂർ കഴിയുമ്പോഴേക്കും ഒരു മോട്ടോർ ബൈക്കും മേജർ പിന്നിലിരുന്ന് ഒരു കെട്ട് ഡോക്യുമെന്റ്സ്, പേപ്പറുകൾ, സ്റ്റേഷനറി കൊണ്ട് ഒരാളെയും കൂട്ടി വന്നിരിക്കുന്നു. നമ്മുടെ മേജർ മെഡിക്കൽ സ്പെഷ്യലിസ്റ്റ് അപ്പോഴും അവിടെ ഡ്യൂട്ടി റൂമിൽ ഇരിക്കുകയാണ്. അയാൾ കൊണ്ടുവന്ന് ഈ പേപ്പർ കൊണ്ടുവന്ന് ഈ ഡോക്ടറിന്റെ മുന്നിൽ വെച്ചിട്ട് പറഞ്ഞു, സിസ്റ്റർ, നിങ്ങൾ കരയേണ്ട ആവശ്യമില്ല, കരയേണ്ടത് ബാക്കിയുള്ളവരാണ്. നിങ്ങൾക്ക് ജോലി ചെയ്യാൻ സാധനം തരാത്തത് അത് നിങ്ങളുടെ കുറ്റമല്ല, അത് ഈ ഹോസ്പിറ്റലിന്റെ അഡ്മിനിസ്ട്രേഷന്റെ കുറ്റമാണ്. എങ്കിലും ഞാൻ നിങ്ങൾക്ക് പ്രോമിസ് ചെയ്യുന്നു, ഞാൻ ഈ യൂണിറ്റിലുള്ളിടത്തോളം കാലം എല്ലാ 3 മാസവും നിങ്ങൾക്ക് ആവശ്യമായ സ്റ്റേഷനറി സിഗ്നൽ റെജിമെന്റിൽ നിന്ന് വരുന്നതായിരിക്കും. അങ്ങനെ അന്ന് തുടങ്ങി ഞാൻ ഇവിടെ 2.5 വർഷം ഉണ്ടായിരുന്നു. അദ്ദേഹം പോകുമ്പോൾ അടുത്ത ആൾക്ക് ഹാൻഡ് ഓവർ ചെയ്തിട്ട് ഞങ്ങൾക്ക് 2.5 വർഷം ഞാനും എൻ്റെ 4 ഫ്രണ്ട്സ് ഉണ്ടായിരുന്നു. 4 ഫ്രണ്ട്സ് ജോലി ചെയ്യുന്ന ഈ 4 വാർഡുകളിലും ഒരേപോലത്തെ പേപ്പറുകളും എല്ലാം ഒരേ സ്റ്റേഷനറി എന്ന് വെച്ചാൽ മുഴുവൻ നിങ്ങളുടെ സിഗ്നൽ സെന്ററിൽ നിന്ന് വന്നതായിരിക്കും. ആ ഒരു സംഭവം എനിക്ക് ഒരിക്കലും മറക്കാൻ പറ്റാത്തതും ഞാൻ എന്നും വളരെ ഒരു നൊസ്റ്റാൾജിയോട് കൂടെ ഓർക്കുന്ന ഒരു സംഭവമാണ്. ഇന്ന് നിങ്ങൾക്ക് പല പരിപാടികളുണ്ടെന്ന് പറഞ്ഞു, കൂടുതലായി ഒന്നും സംസാരിക്കാനില്ല. എല്ലാവർക്കും, കുടുംബാംഗങ്ങൾക്കും കൊച്ചുമക്കൾക്കും എല്ലാവർക്കും സമ്പൽ സമൃദ്ധമായ ആരോഗ്യപൂർണമായ ഒരു ജീവിതം നേർന്നുകൊണ്ട് ഈ ഇന്നത്തെ ഈ പരിപാടികൾക്ക് എല്ലാവിധ ആശംസകളും നേർന്നുകൊണ്ടും ഇന്നത്തെ ഈ പരിപാടി നിങ്ങളുടെ അനുവാദത്തോടുകൂടി ഉദ്ഘാടനം ചെയ്തതായി അറിയിച്ചു. 16ാമത്തെ ജന്മദിനം ആഘോഷിക്കുന്ന കോറോ സിഗ്നൽസിനും 3ാമത്തെ ജന്മദിനം ആഘോഷിക്കുന്ന തലശ്ശേരി യൂണിറ്റിനും ഹൃദയം നിറഞ്ഞ ആശംസകൾ അറിയിക്കുക എന്നതാണ് എൻ്റെ കർത്തവ്യം. അതിനു മുൻപ് 2 വാക്ക് പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നുണ്ട്. മാഡം ഇവിടെ സൂചിപ്പിച്ച മിലിറ്ററി ഹോസ്പിറ്റൽ ജബൽപൂർ, അത് എനിക്കും വളരെയധികം സന്തോഷവും ആനന്ദവും തന്ന ഒരു യൂണിറ്റാണ്. ഞാൻ എൻ്റെ കേണൽ റാങ്ക് എടുത്തത് ഏപ്രിൽ 2, 2012 MH ജബൽപൂരിൽ വെച്ചാണ്. അത് എനിക്ക് വളരെയധികം സന്തോഷവും വളരെ ഒരു നല്ല യൂണിറ്റുമായിരുന്നു. ഒരുപാട് നല്ല നല്ല ഓർമ്മകളും ഒരുപാട് നല്ല നല്ല സംഭവങ്ങളും നടന്ന ഒരു യൂണിറ്റാണ്. അപ്പം മാഡം പറഞ്ഞതുപോലെ എനിക്കും സിഗ്നൽസിനോട് ഒരു പ്രത്യേക അടുപ്പം ഉണ്ട്. പിന്നെ നമ്മുടെ ശരീരത്തിൻ്റെ നാഡീഞരമ്പുകൾ അല്ലെങ്കിൽ രക്തക്കുഴലുകൾ എന്ന് പറയുന്നത് പോലെ നമ്മൾ ഇന്ത്യൻ ആർമിയെ ഒരു ശരീരമായിട്ട് സങ്കല്പിക്കുകയാണെങ്കിൽ അതിലേക്ക് വേണ്ട ഓക്സിജനും ഭക്ഷണ പദാർത്ഥങ്ങളും കൊടുക്കുന്നത് പോലെ തന്നെയാണ് കോറോ സിഗ്നൽസ് ഇന്ത്യൻ ആർമിയിൽ ജോലി ചെയ്യുന്നത്. കമ്മ്യൂണിക്കേഷനാണ് എല്ലാ ബന്ധം വിളിച്ച് പറയും. അങ്ങനെയുള്ള രാത്രിയെന്നില്ല, പകലെന്നില്ല, മഞ്ഞെന്നില്ല, തണുപ്പെന്നില്ല, ഏത് ടെറൈനായാലും എല്ലാവർക്കും എപ്പോഴും എത്തിച്ചേർന്ന് എല്ലാവിധ സഹായങ്ങളും ഇന്ത്യൻ ആർമിക്ക് വേണ്ടിയിട്ട് ചെയ്യുന്ന കോറോ സിഗ്നൽസിനെ എത്ര പുകഴ്ത്തിയാലും എത്ര അഭിനന്ദിച്ചാലും മതിയാവുകയില്ല. മാത്രമല്ല, ഇപ്പം കോറോ സിഗ്നൽസിന്റെ കിരീടത്തിന് ഒരു പൊൻതൂവലാണ് അല്ലേ, കേണൽ സോഫിയ ഖുറേഷി. അങ്ങനെ എല്ലാം കൊണ്ടും നമ്മുടെ ഇന്ത്യയുടെ അഭിമാനമായ, ഇന്ത്യൻ ആർമിയുടെ അഭിമാനമായ കോറോ സിഗ്നൽസിന് ഈ അവസരത്തിൽ എല്ലാവിധ ആശംസകളും നേർന്നുകൊണ്ട്, നിങ്ങൾക്ക് ഓരോരുത്തർക്കും എല്ലാവിധ ആശംസകളും നേർന്നുകൊണ്ട് എല്ലാവരെയും സർവേശ്വരൻ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു. നന്ദി, നമസ്കാരം. ഭാരത് മാതാ കീ ജയ്. 116ാമത് വർഷവും തലശ്ശേരി സിഗ്നൽസിൻ്റെ 3ാമത്തെ വർഷമാണ് ഇന്നിവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. സിഗ്നൽസിൻ്റെ 1ാമത്തെ വാർഷികം
രണ്ടാമത്തെ വാർഷികം, മൂന്നാമത്തെ വാർഷികം ഒന്നിനൊന്ന് മെച്ചപ്പെട്ടിട്ടാണ് കാണാൻ കഴിയുന്നത്. പല പരിപാടികളും ഇവർ ഇവിടെ സംഘടിപ്പിക്കുന്നുണ്ട്. ക്ഷേമ പ്രവർത്തനമായാലും മറ്റ് ഏത് പ്രവർത്തനമായാലും നല്ല രീതിയിൽ തന്നെ സിഗ്നൽസ് ഈ 3 വർഷം കൊണ്ട് തലശ്ശേരിയിൽ പച്ച പിടിച്ച് കിടക്കുകയാണ്. അപ്പോൾ അതിനെയും മുന്നോട്ട് വളരെ നല്ല രീതിയിൽ തന്നെ പോട്ടെന്ന് ആഗ്രഹിക്കാനും ഈ തലശ്ശേരി സിഗ്നൽസ് തന്നെ ഉള്ളത് അധികവും നമ്മളെ KSSL പ്രവർത്തിക്കുന്ന ആൾക്കാരാണ്. നമ്മുടെ ശശി രാമകൃഷ്ണൻ സാർ, പ്രൊഫസർ എല്ലാം നമ്മളെ യൂണിറ്റിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ആളാണ്. അപ്പോൾ നല്ലൊരു പ്രവർത്തന പരിചയമുള്ള രാമകൃഷ്ണൻ സാർ കൂടിയുള്ളതുകൊണ്ട് ഇത് പൂർവാധികം ശക്തിയോടെ തന്നെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നതെന്ന് പറയാനുള്ളത്. സിഗ്നൽസിനെ പറ്റി പ്രത്യേകിച്ച് നമുക്ക് പറയേണ്ടതല്ല. സിഗ്നൽസ് എന്ന് പറഞ്ഞാൽ തന്നെ അതൊരു സിഗ്നലാണ്. ഒരു സ്റ്റെപ്പ് മുന്നോട്ട് വെക്കണമെങ്കിൽ നമുക്ക് സിഗ്നൽ കിട്ടണം. യുദ്ധത്തിൽ തന്നെ അല്ലെങ്കിൽ മറ്റേത് സംഗതിയിലായാലും സിഗ്നൽസ് ഇല്ലാതെ ഒരടി മുമ്പോട്ട് പോകാൻ പറ്റില്ല. സിഗ്നൽസ് കിട്ടിക്കഴിഞ്ഞാൽ ഏത് യൂണിറ്റുകളും എന്തായാലും അത് പോകും. അതാണ് സിഗ്നൽസ് ഫോറിൻ്റെ ഒരു പ്രത്യേകത. അത് ഡിഫൻസിനെ സംബന്ധിച്ചിടത്തോളം കോറുകളാണ് ബാക്ക് സപ്പോർട്ടായിട്ട് ഇന്ത്യ ആർമിക്കുള്ളത്. അത് AMC ആയാലും ആർമി സപ്ലൈ കോറായാലും EME ആയാലും എല്ലാം സിഗ്നൽസിൻ്റെ കൂടെ എല്ലാവരും ഒന്നിച്ച് ചേർന്ന് പ്രവർത്തിച്ചാലേ നമുക്ക് മുന്നോട്ട് പോകാൻ കഴിയും. ഞാനൊരു EMEയിൽ പ്രവർത്തിക്കുന്ന ഒരുത്തരാണ്. സിഗ്നൽസുമായിട്ട് ഞങ്ങളെ എല്ലാ WUR എല്ലാം എപ്പോഴും സിഗ്നൽ യൂണിറ്റിലുണ്ടാവും. അത് ഞങ്ങളെ കൂടെ തന്നെ ഒന്നിച്ച് ട്രെയിൻ ചെയ്യുക. അത് ഞങ്ങളുടെ അഭിപ്രായ ഘടകമാണ്. മൊത്തം ഡിഫൻസിൻ്റെ തന്നെ എല്ലാവിധ ആശംസകളും നേരുന്നു. ഇനി മുന്നോട്ട് സ്നേഹാദരം നമ്മൾ ഇവിടെ വന്ന ഉപഹാരം സമർപ്പിക്കുന്നത് അടുത്തതായി നമ്മളിവിടെ ആദരിക്കുന്നത് KK വിജയൻ സർ. വിജയൻ സാറിനെ ആദരിക്കുന്നത് ഉപഹാരം നൽകുന്നത് നമ്മുടെ പ്രസിഡന്റ് ജയപ്രകാശ്. നമ്മുടെ 2 മുതിർന്ന അംഗങ്ങൾ ദേവരാജ് സാറിനെയും ഉപഹാരം നൽകുന്നത് പത്മിനി മേഡം. സാവിത്രിയമാണ്. നമ്മുടെ അസ്ത്ര എന്ന അക്കാദമി വിളപ്പിലങ്ങാട് ദേവനാഥൻ ഇവർ 2 പേരും സെലിബ്രേഷനിൽ പങ്കാളിയാകാൻ എന്നെയും അസ്ത്ര ടീമിനെയും പങ്കെടുപ്പിച്ച തലശ്ശേരിയിലെ സിഗ്നൽസ് കോർസിന് നന്ദിയും കടപ്പാടും ആദ്യമായി അറിയിക്കട്ടെ. സമാന ചിന്താഗതിക്കാരായ കുറച്ചധികം എക്സ് സർവീസ്മെന്മാർ കൂട്ടായ്മയിലുണ്ടായതാണ് അസ്ത്ര ഫ്രീ ട്രെയിനിങ് സെന്റർ മുടപ്പിലമാണ്. നാട്ടിലെ യുവാക്കളെ ശാരീരികവും മാനസികവും മുന്നിൽ കണ്ടുകൊണ്ട് തികച്ചും നിസ്വാർത്ഥ സേവനത്തിന്റെ പാതയിലാണ് വിമുക്ത ഭടന്മാരായ നമ്മുടെ നാട്ടിലെ കുട്ടികളെ സേനയുടെ ഭാഗമാക്കുക, കുട്ടികളെ മയക്കുമരുന്നിൽ നിന്ന് രക്ഷിക്കുക എന്നീ മഹനീയ ദൗത്യമാണ് എക്സ് സർവീസ്മാനായ ഞങ്ങളുടെ ലക്ഷ്യം. ഇതിനകം തന്നെ 77 കുട്ടികൾ
സേനയുടെ ഭാഗമായിട്ട് ഈ അങ്ങോട്ടും സിഗ്നൽസ് കോഴ്സിൻ്റെ നിങ്ങളുടെ ഓരോ ആളും പങ്കാളിത്തവും അനുഗ്രഹവും നമ്മുടെ കുട്ടികൾക്ക് മോട്ടിവേഷനും തന്ന് അനുഗ്രഹിക്കണമെന്ന് വിനീതമായ ഉദ്ദേശത്തിലാണ്. അതായത് നമ്മുടെ ട്രെയിനിങ് യൂട്യൂബിൽ ഫേമസ് ഒക്കെ വന്നിട്ടുണ്ടായിരുന്നു. മോളെ കൂടെ ഡാൻസ് ചെയ്തുകൊണ്ടിരിക്കുന്ന കുട്ടികൾ നമ്മുടെ ഗ്രൗണ്ടുമായിട്ട് സാറ് പറഞ്ഞത് കുറച്ചധികം ഇതായിപ്പോയി. പക്ഷേ അത്രക്കൊരു മുഖച്ഛായ കാരണം രാമകൃഷ്ണ സാറാണ് ആ വേർഡ് സിഗ്നൽസ് കോഴ്സിൻ്റെ എല്ലാ ദിവസവും നമ്മളെ കുട്ടികൾക്ക് ക്ലാസ് എടുക്കാറുണ്ട്. വീട്ടിലിരിക്കാതെ നമ്മളെ മഹനീയ ദൗത്യമാണ് ഈ എക്സ് സർവീസ്മാൻ്റെ ബഹുമാനവും സ്വീകരണവും നന്ദി. ആദ്യം ലക്കിയുടെ ഉദ്ഘാടനം നമ്പറിലുണ്ട്. നാൽപ്പത് ഏതാണ്? വിജയൻ സാറാണ് എടുക്കുന്നത്. ഇരുപത്തിയഞ്ച് सारी
മക്കളെ ജനങ്ങളിൽ ഭയമില്ല നിങ്ങൾ കൊളുത്തിയ ദേശസ്നേഹത്തിൻ ദീപശിഖ ഒരപൂർവ വർണ്ണ രാജിയാൽ തിളങ്ങി നിശബ്ദമാം മുഴക്കമ്പോൾ തുളുമ്പി നിൽക്കുന്നു മനസ്സിന് ഇരുൾ മാളങ്ങളിലെന്നുമെന്നും അമ്മയെന്ന അനുഭവ സാക്ഷ്യം കൊണ്ട് ഭാരതാംബതൻ കണ്ണുനീരൊപ്പുവാനും താലോടിച്ചുറക്കിയും തലോടി ഉണർത്തിയും അമ്മ തന്നോട് കേൾക്കുവാനും അത്യാദരത്തോടുണർവോടെ കാത്തിരുന്നു ഞങ്ങളെന്നും എത്ര വർണ്ണം ഉൾക്കൊണ്ട് സ്വപ്നങ്ങൾ ഇല്ല ഓണവും വിഷു ജന്മദിനങ്ങളും അറിഞ്ഞിരുന്നില്ല മഞ്ഞു മഴയും വസന്ത ശിശിരവും ആട്ടുകയും മഴയിലും കൊടുങ്കാട്ടിലും പഞ്ചഭൂതങ്ങളിൽ താതാത്മ്യം ഉൾക്കൊണ്ട് ആവാസയോഗ്യമല്ലാതിടത്ത് കണ്ണ് ചിമ്മാതെ എവിടെയും എപ്പോഴും സുഖദുഃഖ സമ്മിശ്ര താളമായി ജാഗ്രതയോടെയിരുന്നു കാത്തു ഞങ്ങൾ രക്ഷിച്ചു ഭാരതാംബയെ. ചിരിച്ചു
ും